എങ്ങനെയുണ്ടായി? ഫിലിം അടിപൊളി, നല്ല മൂവി. എല്ലാരും നല്ല മൂവിയാണ്. ഇത്രയും അടുത്ത് വരില്ല. നല്ല മൂവിയാണ്. അപർണ നന്നായിട്ട് പെർഫോം ചെയ്തു. പിന്നെ അപർണയുടെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം എന്തായാലും ഒന്ന് വന്ന് കാണണം എന്ന് തോന്നി. സോ വന്ന് കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസ് വിന്നർ ജിൻഡോ ആയല്ലോ, എന്ത് തോന്നി കണ്ടിട്ട്? നല്ല കാര്യം. അതൊക്കെ ഞാൻ ഓൾറെഡി അന്ന് ബിഗ് ബോസിൽ ഇറങ്ങുന്ന ടൈമിലേ പറഞ്ഞത്, കഴിഞ്ഞപ്പോ പറഞ്ഞില്ലായിരുന്നു? ഇല്ല, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ പറഞ്ഞു. ലൈക്ക് ഫിനാലയിൽ വന്ന 5 പേരും നല്ല 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 കണ്ടസ്റ്റൻസ്. ജാസ്മിനൊക്കെ നല്ല വിന്നർ ആവാൻ ചാൻസ് ഉള്ള ആളായിരുന്നു. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. ഈവൻ ജാസ്മിന് നല്ല കട്ടയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഇപ്പൊ ജിൻഡോ ചേട്ടന് ഫസ്റ്റ് കിട്ടി. ഓഡിയൻസിന്റെ തീരുമാനമാണ് ആർക്ക് ഫസ്റ്റ് കൊടുക്കണം എന്നുള്ളത്. ഇപ്പം വോട്ട് കൂടുതൽ ജിൻഡോ ചേട്ടനായിരുന്നു. ജിൻഡോ ചേട്ടന് ഫസ്റ്റ് കിട്ടി, നന്നായിട്ട് പെർഫോം ചെയ്തു. അതിനെ ബേസ് ചെയ്തിട്ടാവാം. രണ്ടാം സ്ഥാനം അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ഈവൻ അർജുൻ ആണെങ്കിലും ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ നന്നായിട്ട് ആക്റ്റീവായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുകയൊക്കെ ചെയ്തു. മേ ബി ജാസ്മിന് സെക്കൻഡ് പ്രൈസ് കൊടുക്കായിരുന്നു. ജാസ്മിന് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ജിൻഡോയുടെ ഒരു PR വർക്ക് ആയിട്ടുള്ള ഒരു വിന്നിംഗ് ഒന്നും അറിയില്ല, എനിക്കറിയില്ല. കാരണം ഞാൻ ബിഗ് ബോസിൽ പോയത് ഒരു PR വർക്കിലും അല്ല. എനിക്ക് ഒരു PR വർക്കും ഉണ്ടായിരുന്നില്ല. എന്റെ ഫോൺ പോലെ എന്റെ പാരന്റ്സിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ പോയത്. അതുകൊണ്ട് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. ജാസ്മിന് ഒരുപാട് സൈബർ അറ്റാക്ക് ഒക്കെ നേരിട്ട് ബിഗ് ബോസ് ഇതായിരുന്നല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളോട് ഒബ്വിയസ്ലി ബിഗ് ബോസിൽ പോയ ആർക്കാണ് സൈബർ അറ്റാക്ക് കിട്ടാതിരുന്നിട്ടുള്ളത്? ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്റെ വണ്ടി പറഞ്ഞിട്ട് പോയത്. ഓക്കെ, സൈബർ അറ്റാക്ക് ഒരുവിധം എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതെന്തായാലും നമ്മൾ നേരിടണം. കാരണം ഇപ്പൊ ഇത്രയും ആളുകൾ എത്ര പേരെന്ന് വെച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റും. അത് അവനവന് തോന്നേണ്ട കാര്യമല്ല. അപ്പം പറയുന്ന ആളുകൾ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം നമ്മള് എടുക്കേണ്ടത് മാത്രം എടുക്കുക, അല്ലാത്തത് കളയുക. അതാണ് ഇപ്പൊ ഞാൻ ഈ സൈബർ അറ്റാക്ക് എന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാരണം. നമ്മളിപ്പം എന്തൊരു നല്ല വീഡിയോ നോക്കിയാലും അതിൽ കുറെ നല്ല കമന്റ്സ് ഉണ്ടാവും, കുറെ മോശം കമന്റ്സ് ഉണ്ടാവും. നമ്മൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഉണ്ടാവും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാവണം. ഞാൻ ഇപ്പം ഡിസ്കഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ എന്തിനാ അതിനെ കുറിച്ചൊക്കെ പറയുന്നത്? അയ്യോ, കുയില്